ഘടികാരത്തിന്റെ സൂചി പിറകോട്ട് തിരിക്കുന്ന ശ്രമമാണിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നതെന്ന് മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ പറഞ്ഞു. 21ാം നൂറ്റാണ്ടിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ പിറകോട്ട് തിരിക്കുകയാണ്. മതേതരത്വത്തിന് ഇന്ന് മരവിപ്പ് ബാധിച്ചിരിക്കുന്നു. നിലവിലെ സാംസ്കാരിക അപജയങ്ങൾ മരവിച്ച തലമുറയെയാണ് സമ്മാനിക്കുന്നത്. ഇത്തരം നീക്കങ്ങളെ ഭരണഘടനാ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തോൽപ്പിക്കേണ്ടതുണ്ടെന്നും ഒ അബ്ദുറഹ്മാൻ വ്യക്തമാക്കി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല, ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് തുറന്ന ചിന്തയുടെ വാതായനങ്ങൾ തുറന്നിടണം. ഒരു പ്രത്യേക മതത്തിന്റെയോ പ്രത്യേക സംസ്കാരത്തിന്റെയോ ഒന്നും പേരിലല്ല, മാനവികതയുടെ ഭൂമികയിൽ നിന്നുകൊണ്ട് തന്നെ അക്കാര്യം നടക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ ഗൗരവമായ വായനാശീലം കുറഞ്ഞു വന്നിട്ടുണ്ട്. വായനയിലൂടെ ചിന്താമണ്ഡലത്തെ വികസിപ്പിക്കണം. ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നവർ അറബ് ലോകത്ത് കൂടി വരുന്നതിന്റെ തെളിവാണ് ജിദ്ദ അന്താരാഷ്ട്ര പുസ്തകമേളയിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ വർദ്ധിച്ച സാന്നിധ്യമെന്നും ഒ അബ്ദുറഹ്മാൻ പറഞ്ഞു. സമരവീര്യവും സ്വാതന്ത്ര്യവും ആത്മാഭിമാനമായി കാണുന്നവർ ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നത് ഏറെ പ്രതീക്ഷയുളവാക്കുന്നതാണെന്ന് സാംസ്കാരിക പ്രവർത്തകനും മലയാള സാഹിത്യ നിരൂപകനും എഴുത്തുകാരനുമായ പ്രൊഫസർ ബി രാജീവൻ അഭിപ്രായപ്പെട്ടു. കൈവിട്ടുപോയ നവോത്ഥാനത്തെ വീണ്ടെടുത്തവരാണ് പ്രവാസികളെന്നും പ്രവാസി നവോത്ഥാനത്തെ കേരള ചരിത്രവുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമ്രാജ്യത്തിനെതിരായിട്ട് മലപ്പുറത്തെ ധീരന്മാർ പൊരുതിയ അവരുടെ അനന്തര തലമുറകൾ ആ പീഡനം ഏറ്റുവാങ്ങുകയാണ് അവരുടെ നിലവാരമില്ലായ്മയിലൂടെ. അതാണ് മലപ്പുറത്തെ നിലവാരമില്ലായ്മയുടെ അർത്ഥം. ഇവിടെയാണ് എനിക്ക് എൻ്റെ പ്രവാസി സുഹൃത്തുക്കളെ നിങ്ങളെ അഭിനന്ദിക്കാനുള്ളത്. നിങ്ങൾ ആ കൈവിട്ടുപോയ നവോത്ഥാനത്തെ വീണ്ടെടുക്കാൻ ശ്രമിച്ചു. ജിദ്ദ അന്താരാഷ്ട്ര പുസ്തകമേള വായനയുടെ വസന്താനുഭവമാണ് നൽകുന്നതെന്നും ഇന്ത്യയിൽ ഒരു ഭാഷകളിലുമില്ലാത്ത പല കൃതികളും അറബി ഭാഷയിൽ മേളയിൽ കാണാൻ കഴിഞ്ഞതായും ബി രാജീവൻ പറഞ്ഞു. ജിദ്ദയിൽ നൽകിയ പൗരസ്വീകരണത്തിൽ പുസ്തകമേള മലയാള വിഭാഗം സ്വാഗത സംഘം ചെയർമാൻ അബു ഇരിങ്ങാട്ടിരി അധ്യക്ഷത വഹിച്ചു. മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി സ്വാഗതവും ഉമർ അബൂബക്കർ നന്ദിയും പറഞ്ഞു. സാദിഖ് അലി തൂവൂർ, മീഡിയ വൺ, ജിദ്ദ.